കൽപ്പിക്കുന്നു. ഉദാഹരണങ്ങൾ വായിച്ചു തുടങ്ങാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു. പ്രിയപ്പെട്ടവരെ, ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേരുടെ ഒരു സൈന്യത്തിൽ 100 പേരുടെ ഗണങ്ങളുണ്ട്. 100 പേരുടെ ഗണത്തിൽ 100 പേരുടെ ക്യാപ്റ്റനാണ് ശതാധിപൻ എന്ന് പറയുന്നത്. 100 പേരുടെ ലീഡർ. ഇയാൾ വിജാതീയനാണ്. റോമൻ സൈന്യമാണ്. റോമൻ സൈന്യത്തിൽ 100 പേരുടെ കമാൻഡിംഗ് ഓഫീസറാണ് ശതാധിപൻ, ക്യാപ്റ്റൻ. ഇനി സഹസ്രാധിപൻ എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 100 പേരുടെ 10 ഗണം. അപ്പൊ എത്രയായി? 1000 പേരുടെ ലീഡറാണ്, കമാൻഡിംഗ് ഓഫീസറാണ് സഹസ്രാധിപൻ. അപ്പൊ ഈ ശതാധിപൻ എന്ന് പറയുന്ന ആള് നല്ല അധികാരമുള്ള ആളാണ്. 100 പേരോട് കൽപ്പിച്ചാൽ അവര് 100 പേര് ഇയാൾ പറയുന്ന പോലെ ചെയ്യേണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹം, ഈ വിജാതീയനായിട്ടുള്ള അദ്ദേഹം ഈശോയുടെ അടുക്കൽ വന്ന്, ഹയർ ഓഫീസറാണ്, വന്ന് ഈശോയുടെ അടുക്കൽ വന്ന് യാചിക്കുകയാണ്. എന്താണ് യാചിക്കുന്നത്? കർത്താവേ, എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അപരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. ശതാധിപൻ പറയാണ്, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എന്റെ മുകളിലുള്ള ഒരാള് പോയിട്ട് അത് ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യണം. എനിക്ക് കീഴെയും ആളുകളുണ്ട്, അവരോട് 100 പേരുണ്ട് മിനിമം. അവരോട് ഞാൻ പറയണം, അതെടുത്തുകൊണ്ട് വാടാ, ഇതെടുത്തുകൊണ്ട് വാടാ, അവിടെ പോയി ഇത് ചെയ്യടാ എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യും. എന്താണ് അതുമായിട്ടുള്ള ബന്ധം? ഈശോയോട് പറയാണ്, ഇത് മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ അധികാരത്തിന്റെ കീഴിലാണെന്ന് ഒരു വിജാതീയനായിട്ടുള്ളവൻ ഈശോയുടെ അടുക്കൽ വന്ന് പറയുകയാണ്. ഇപ്പോൾ എന്റെ ദാസന് ഒരു രോഗമുണ്ട്, നീ ഒന്ന്